ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയൊരു മിനി വ്ളോഗാണ്. ഞങ്ങളൊന്ന് ചൂണ്ടലിടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കാബൂറ എന്ന സ്ഥലത്തേക്കാട്ടോ പോയത്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ മല്ല വന്നിട്ട് ഒരു വർഷമായി. ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ഡിസംബറിലെ മുന്നത്തെ ഡിസംബറിലാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതുവരെ ഈ സ്ഥലത്തേക്ക്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും കുട്ടികളും, ഹസ്ബൻഡിൻ്റെ അനിയനും അവൻ്റെ വൈഫും കുട്ടികളും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കടലാണ്, കടലിലേക്കാണ് പോയത്. പക്ഷേ കടലിൻ്റെ ഉള്ളിലേക്കല്ല കേട്ടോ, അങ്ങനെ ഹാർബർ പോലെ ഇങ്ങനെ കെട്ടി തരംതിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് ചൂണ്ടലിട്ടത്. പിന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല തണുപ്പിച്ചാൽ നമുക്ക് എന്താ പറയുക, എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ തണുപ്പിന്. അപ്പോൾ പോയ ഉടനെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ടൈം കൂടി വരുന്തോറും തണുപ്പ് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സബക്കുട്ടി ചെറുതല്ലേ, 2 വയസ്സല്ലേ ആയുള്ളൂ. മോനൂസും ചെറുതാണ്. കുട്ടികൾക്ക് തണുപ്പൊരു പ്രശ്നം വെച്ചിട്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പോന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നിട്ട് മീൻ പിടിക്കാനും നല്ലോണം മീനും കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു ചൂണ്ടയൊന്നുമല്ല കേട്ടോ, വേറൊരു ടൈപ്പ് ഓഫ് ചൂണ്ടയാണ്. ഇങ്ങനെ ഒന്നിൽ തന്നെ ഒരുപാടെണ്ണം കിട്ടുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഹസ്ബൻഡ് അനിയന് പിടിച്ചത് 2 ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളും ഈ ചൂണ്ടലിട്ട് നോക്കിയേ, ഞാനും അനിയത്തി പറഞ്ഞില്ല, ഹസ്ബൻഡിൻ്റെ അനിയത്തി, അവളും ഇട്ട് നോക്കിയിട്ടാ ഇത് ചൂണ്ടൽ. ഞങ്ങൾക്ക് കിട്ടിയിട്ട മീൻ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നല്ല സന്തോഷമായി രണ്ടാൾക്കും. പിന്നെ കുട്ടികൾ അവർക്ക് തണുപ്പൊന്നും വലിയ വിഷയം ആയിരുന്നില്ല. അവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അങ്ങോട്ട് കിടക്കുക, അവർ വികൃതി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അത് റീലെടുക്കുന്ന പോലെയൊക്കെ നിൽക്കി, നിങ്ങൾ ജസ്റ്റ് നടന്നാൽ ഞാൻ സ്ലോ മോഷൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തി. അവർ കുറേയൊക്കെ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനും സബക്കുട്ടിയും നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ട് നടക്കുന്നു മീനൊക്കെ കണ്ടിട്ട്. നല്ല ഭംഗിയുള്ളതൊക്കെ ഞാൻ പറയും, നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. രാത്രി നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ ലൈറ്റൊന്നും ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ചില വീഡിയോ ക്ലാരിറ്റി കുറവുകൊണ്ടായിരിക്കും, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല തണുപ്പുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ ഇത് കൂന്തലിനെ പിടിക്കുന്നൊരു ഇതാട്ടോ. ഞാൻ വീഡിയോ എടുത്തതാണ്, ജസ്റ്റ് നമ്മളല്ല കേട്ടോ, വേറെ ആരുമാണ് പിടിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കൂന്തലിങ്ങനെ പൊക്കുമ്പോൾ അതിന് മഷി കളയും. അവർ ശത്രുക്കളിൽ നിന്ന് രക്ഷിത മഷി കളഞ്ഞത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇത്രയും വലിയ കൂന്തലൊന്നും കിട്ടിയില്ല കേട്ടോ, ചെറിയ കൂന്തൽ. ഇത് തെരണ്ടിന്ന് പറയും, നമ്മൾ മലപ്പുറത്ത് തെരണ്ടിന്ന് പറയും. ഓരോരോ നാട്ടിൽ ഓരോരോ ഭാഷയല്ലേ. അപ്പോൾ ഇതിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതമായിരുന്നു, ഇങ്ങനെയൊക്കെ ചൂണ്ടലിട്ടാൽ കിട്ടും. നമ്മളൊക്കെ ഇത് കടലിൽ പോയി പിടിച്ചുകൊണ്ടിരുന്ന അത് മേടിച്ച് കഴിക്കാമെന്നല്ലാതെ എങ്ങനെ പോയി പിടിച്ച് കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ. നല്ലൊരു അനുഭവമായിരുന്നു. നമുക്ക് ഓരോരോ അനുഭവങ്ങളല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ അസറ്റായിട്ട് മാറുന്നത്. നമ്മൾ കുറേയൊക്കെ നമുക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റുമേ.